نحمد الله العظيم ونصلي ونسلم على نبيه الكريم سيدنا محمد خاتم النبيين وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وعد الله لا يخلف الله وعده ولكن أكثر الناس لا يعلمون ظاهرا من الحياة الدنيا وهم عن الآخرة هم غافلون صدق الله العلي العظيم حضور مجلس علم أفضل من صلاة 1000 ركعة وعيادة 1000 مريض وحضور 1000 جنازة صدق نبينا رسول الله. ബഹുമാനികളെ, അല്ലാഹുവിൻ്റെ അനുഗ്രഹം നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും എപ്പോഴും ഉണ്ടാവട്ടെ. ദുനിയാവിലെയും ആഖിറത്തിലെയും കാര്യങ്ങളിലൊക്കെ അല്ലാഹു നമുക്ക് വിജയം നൽകട്ടെ. അല്ലാഹു കണക്കാക്കിയ ആയുഷ്കാലം അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതിലാണ് നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുള്ളത്. ആ വിഷയത്തിലെ അനിവാര്യമായ ഒന്നാണ് അറിവുണ്ടാവുക എന്ന് പറയുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞു, അനിവാര്യമായ അറിവ് അത് പഠിച്ചേ പറ്റുള്ളൂ, അതിൽ യാതൊരുവിധ ഇളവുകളുമില്ല. അത് പഠിക്കാത്തവൻ കുറ്റക്കാരനാവും. പഠിക്കേണ്ട ആള് പഠിക്കേണ്ടതുപോലെ പഠിച്ചിട്ട് ചെയ്യാതെ എന്തെങ്കിലും ചെയ്തു പോയാൽ പഠിച്ചവനടുത്ത് ഹിസാബ് ഉണ്ടാവും. ഇതാണ് ഇന്നലത്തെ പാഠം. എന്നാൽ ഇന്നത്തെ വിഷയം അനിവാര്യമായ അറിവുകൾ പഠിച്ചേ തീരുള്ളൂ എന്ന് പറയുമ്പോൾ, ഈ അനിവാര്യമായ അറിവ് എല്ലാവർക്കും ഒരുപോലെയാണോ? അല്ല, എല്ലാവർക്കും ഒരുപോലെയല്ല. ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും അനിവാര്യമായ അറിവ് എന്നുള്ളത്. പിന്നെ വിശ്വാസികൾ എന്നുള്ള നിലയിൽ പൊതുവായിട്ട് ഉള്ള ചില കാര്യങ്ങൾ അതെല്ലാവർക്കും ഒരുപോലെ തന്നെ. ഇപ്പോ നിസ്കാരത്തിനെ കുറിച്ച് പഠിച്ചിരിക്കൽ നിർബന്ധമാണ്. നിസ്കാരം എല്ലാ മുസ്ലിങ്ങളും എല്ലാ വർഷവും ചെയ്യേണ്ട ആളുകളാണ്. അങ്ങനെ അതുപോലുള്ള കാര്യങ്ങൾ, വിശ്വാസങ്ങളും കർമ്മകാര്യങ്ങളിൽ എല്ലാവരും ചെയ്യേണ്ടതുമാകുന്ന കാര്യങ്ങളാണ്. അതെല്ലാവരും പഠിച്ചിരിക്കാം. അല്ലാതെ പൊതുവായിട്ടുള്ളതെല്ലാം കൂടി പഠിക്കുക അത് നിർബന്ധമില്ല. പഠിക്കാനൊക്കെ കഴിയുകയില്ല. എല്ലാ കാര്യങ്ങളും ഒരാളെങ്ങനെ പഠിക്കുക, അത് പഠിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അനിവാര്യമായ അറിവുകൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ആ വ്യത്യാസത്തിനനുസരിച്ച് അവരെന്ത് ചെയ്യണം? അത് പഠിച്ചിട്ട് വേണം കാര്യം ചെയ്യാൻ. നിസ്കാര, നോമ്പാദി നിർബന്ധ കാര്യങ്ങൾ, അതുപോലെ വ്യഭിചാരം, ലഹരി ഉപയോഗം, അക്രമം, മോഷണം, ചതി, വഞ്ചന, കളവ്, ഏഷണി, പരദൂഷണം തുടങ്ങിയ ഹറാമുകൾ, ഇതിനെ കുറിച്ചിട്ടുള്ള അറിവ് എല്ലാവർക്കും ഉണ്ടാകണം. കാരണം ഇതെല്ലാവരും ജീവിതത്തിൽ പുലർത്തൽ നിർബന്ധമുള്ള സൂക്ഷിക്കേണ്ട സംഗതികളല്ലേ. അപ്പോൾ നിസ്കാരം, നോമ്പാദി നിർബന്ധമുള്ള കുറേ ഇബാദത്തുകളുണ്ട്. അതുപോലെ ഇങ്ങനെ ഒഴിവാക്കേണ്ട കുറെ ഹറാമായ സംഗതികളുണ്ട്. അതെല്ലാം പഠിച്ചിരിക്കണം. അതേസമയം തീരെ സാമ്പത്തിക ശേഷിയില്ലാത്തൊരു ദരിദ്രനാണ്, ഓന് സക്കാത്തിന്റെ ഷർത്തും ഫർളും കാര്യങ്ങളും ഒക്കെ വിശദമായിട്ട് പഠിക്കുക. അതുപോലെ ഇതേപോലെ സാമ്പത്തിക ശേഷിയോ സാഹചര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാള് ഹജ്ജിന്റെ വിഷയങ്ങൾ, അതിന്റെ ഷർത്തും ഫർളും ബാക്കിയുള്ളതും ഇങ്ങനെ പഠിക്കുക. അതുപോലെ കൃഷി ചെയ്യുന്ന ആള് ആ ഫീൽഡിൽ നിന്ന് മാറി വേറെ കച്ചവടത്തിന്റെ ഷർത്തും ഫർളും ബാക്കിയുള്ളതും പഠിക്കുക. ഇങ്ങനെയുള്ള പഠനങ്ങളൊന്നും ഇവര് പഠിക്കൽ നിർബന്ധമുള്ള സംഗതികളല്ല. കാരണം ഇതുപോലെ ബാധിക്കുന്നില്ല. പരമദരിദ്രനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം സക്കാത്തിന്റെ വിഷയം ഇപ്പൊ പഠിക്കുന്നതിൽ എന്താണ് പഠിച്ചിട്ട് കാര്യമില്ല. അവൻ്റെ പ്രയോഗത്തിൽ അത് വരുന്നില്ല. അതേസമയത്ത് സാമ്പത്തിക ശേഷി ഉള്ള ആളാകുമ്പോൾ സക്കാത്തിനെ പറ്റി പഠിച്ചിരിക്കൽ നിർബന്ധമായി. അയാളത് പഠിച്ചിട്ട് അതുപോലെ ചെയ്യണം. ഇപ്പൊ കച്ചവട ഫീൽഡിലേക്ക് ഒരാൾ ഇറങ്ങുകയാണെങ്കിൽ ആ കച്ചവടത്തിൽ ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതും ഹറാമും ഹലാലും ഏതൊക്കെ വിൽപ്പനകൾ പാടുണ്ട് പാടില്ലാത്ത ഇത് പഠിച്ചിരിക്കണം. കാരണം അള്ളാന്റെ ദേഹം എന്താണോ ഇത്
അത് പഠിച്ചിട്ട് അതുപോലെ ചെയ്തിരിക്കണം. ഇങ്ങനെ ഓരോ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള അറിവ് അയാൾക്ക് ഉണ്ടാക്കണമെന്ന് അർത്ഥം. വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നവരാണ് ആ വിവാഹത്തിനെ കുറിച്ച് പഠിച്ചിരിക്കണം, നിർബന്ധമാണ്. ഇങ്ങനെ ഓരോ അപ്പോ പൊതുവായിട്ടുള്ള ഇത്തരം എല്ലാ അറിവുകളും സ്വായത്തമാക്കുക എന്നുള്ളത് എല്ലാ ഓരോരുത്തർക്കും നിർബന്ധമില്ല. അങ്ങനത്തെ ചില സംഗതികൾക്കാണ് ഫർള് കിഫ എന്ന് പറയുന്നത്. അങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ അറിയുന്ന ആളുണ്ടാകണം. ഇപ്പൊ ഒരു കർഷകൻ കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അറിവ് പറഞ്ഞു കൊടുക്കേണ്ട ഒരാൾ വേണം. അപ്പൊ ഒരു നാട്ടിലെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവണം. രോഗിയായാൽ ചികിത്സിക്കാൻ ചികിത്സ അറിയുന്ന ആളുകൾ ഉണ്ടാവണം. അതുപോലെ ഇങ്ങനെ പൊതുവായിട്ട് വരുന്ന വിഷയത്തിൽ അറിയുന്ന ആളുകൾ ഉണ്ടാകണം ഒരു നാട്ടിൽ എന്നാണ്. എല്ലാവരും പഠിച്ചിരിക്കുക എന്നുള്ളതല്ല, എല്ലാവരും പഠിച്ചിരിക്കൽ നിർബന്ധമുള്ളത് എല്ലാവർക്കും ചെയ്യൽ നിർബന്ധമുള്ള കാര്യങ്ങളാണ്. അല്ലാത്ത കാര്യങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കണമെന്നില്ല, പക്ഷെ അവരവര് ആവശ്യമുള്ളത് പഠിച്ചിരിക്കണം. എന്നാൽ നമ്മളുടെ അറിവിൽ പെടാത്ത വിഷയത്തിൽ കയറി അഭിപ്രായം പറഞ്ഞു പോകണം. അപ്പോഴാണ് നമ്മൾ അബദ്ധത്തിൽ ചാടുക. അജ്ഞത കൊണ്ട്, അറിവില്ലാത്തത് കൊണ്ട് ചില ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. ഇപ്പൊ രാഷ്ട്രീയമായ വിഷയത്തിൽ ഒരുപാട് വിജ്ഞാനുണ്ടാവും. അത് സമയത്ത് മതപരമായിട്ട് അവർ ചിലപ്പോൾ വട്ടപൂജയായിരിക്കും. പക്ഷെ അങ്ങനത്തെ ആളുകളും എന്ത് ചെയ്യാണ്, അഭിപ്രായം പറയാൻ വരികയാണ്. മതത്തിന്റെ കാര്യം അഭിപ്രായം അവരുടെ പറയണം. അങ്ങനെ ചിലതൊക്കെ ഉണ്ട്. അതാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളും കുറെയൊക്കെ വാഗ്വാദങ്ങളും ഈ വിവാദങ്ങളൊക്കെ നടക്കുന്നത് അതിന്റെ പേരിലാണ്. പറയാൻ അർഹത ഇല്ലാത്ത ആളുകൾ, പഠിച്ചിട്ടില്ലാത്ത ആളുകൾ പറയാൻ മെനക്കെടാണ്. അങ്ങനെ ചിലപ്പോ ഈ അറിവില്ലാതെ പറഞ്ഞു പോകുന്ന വാക്കുകൾ, ചെയ്തു പോകുന്ന പ്രവൃത്തികൾ, അത് നമ്മളെ ഈമാൻ തന്നെ തെറ്റിപ്പോണ, അല്ലെങ്കിൽ എന്താ പറയാ മുർത്തതായി പോകാന്നുണ്ടല്ലോ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി പോണ അത്ര ഗൗരവമുള്ള സംഗതികൾ വരെ വന്നു ചേരാറില്ല. ഇപ്പൊ ഒരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞു കേട്ടില്ലേ, ഇയാൾ പോകാത്ത സ്വർഗത്തിലേക്ക് ഞാൻ പോകണില്ല, അയാൾ കടക്കാത്ത സ്വർഗത്തിലേക്ക് ഞാൻ പോണില്ല. അപ്പൊ ഇയാളുടെ കണക്ക് കൂട്ടലിൽ ഏതോ ചില ആളുകളെയൊക്കെ സ്വർഗത്ത് കയറ്റണം. ഈ സ്വർഗം നരകം എന്നൊക്കെ പറഞ്ഞ അള്ളാന്റെ സൃഷ്ടിയാണ്, അള്ള പഠിച്ചു വെച്ച സംഗതികളാണ്. ആ സ്വർഗത്തിലേക്ക് പോകേണ്ടവരാരാണ്, പോകുന്നവരാണ്, അവരുടെ സ്വഭാവം എന്താണ് എന്ന് ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വിശദമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ഉള്ളവരാണ് അങ്ങോട്ട് പോകുന്നു പറയാം. എന്നല്ലാതെ ഒരു മുസ്ലിമായ ഒരാള് അല്ലാഹുവിന്റെ റസൂലിന്റെ നിയമത്തെ ലംഘിച്ചുകൊണ്ട് അല്ല ഓരും കടക്കണം സ്വർഗത്തിൽ, അല്ലെങ്കിൽ ഞാൻ സ്വർഗത്തിൽ പോകൂല, ഈ തരത്തിലുള്ള വാക്കൊക്കെ നമ്മുടെ വിശ്വാസത്തെ തന്നെ തെറ്റിച്ച് കളയുന്ന വാക്കും പ്രവൃത്തിയാണ്. അത് ഉണ്ടാകാൻ പാടില്ല. മഹാനായ ഹസനുൽ ബസരി റഹിമഹുല്ലാഹുവിനെ ഉദ്ധരിച്ചുകൊണ്ട് അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങൾ പറയാണ്, മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ചിട്ട് ചില ആളുകൾക്ക് ചില വിഷയത്തിലുള്ള പ്രാവീണ്യം, അറിവ് എത്ര വലുതാന്ന് അറിയാം. ദുനിയാവിനെ കുറിച്ച് ചില ആളുകൾക്ക് നന്നായി അറിയാം, പക്ഷെ ദീനിനെ കുറിച്ച് തീരെ അറിയില്ല. അങ്ങനത്തെ ആളുകളാണ്. ഹസൻ ബസരി പറയാണ്, ചില ആളുകൾ ഉണ്ടാവും ഓലെ കയ്യിന്റെ നഖത്തുമ്മൽ നാണയം വെച്ചു കൊടുത്താൽ എങ്കിൽ ആ നാണയത്തിന്റെ തൂക്കം എത്ര എന്ന് അവർക്ക് പറയാൻ കഴിയും. എന്തുകൊണ്ട്? ദുനിയാവിനെ കാര്യമായിട്ട് ഇങ്ങനെ ഇടപഴകുന്നതുകൊണ്ടാണ്. ഒരു ചാക്കിൽ ഒരു കെട്ടുണ്ടെങ്കിൽ നമ്മളൊരു സാധാരണ ഒരാളെ കയ്യിൽ, ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ ഓരോ ചാക്ക് എടുത്തിട്ട് കെട്ട് ഒന്നിച്ചിട്ട് ഇത് ഇത്ര കിലോ ഉണ്ടാവും, കറക്റ്റ്. അതുകൊണ്ട് തൂക്കി നോക്കിയാൽ വളരെ റെഡിയായി. എന്താ കാരണം? അദ്ദേഹം ആ ഫീൽഡിൽ അത്രയും പ്രാവീണ്യം നേടിയിട്ടുണ്ട്. അയാൾക്കത് കഴിയോടെ തന്നെ എടുക്കുമ്പോഴേക്കും. ഹസൻ ബസരി പറയുന്നത് നാണയം നഖത്തുമ്മൽ വെച്ചാൽ തന്നെ അയാൾ പറയും ഇത് തൂക്കം എത്ര എന്നുള്ളത്. അത്ര പറയാൻ കഴിയുന്ന ആളുകൾ ഉണ്ടാവും. പക്ഷേ ഹസൻ ബസരി പറയാണ്, ലൗ സഅൽതഹു അൻ ശുറൂത്തി സ്വലാത്ത്, അത്ര കഴിവുള്ള ഒരാളോട് നിസ്കാരത്തിന്റെ ശർത്തിനെ പറ്റി ഒന്ന് ചോദിച്ചോ, ശുറൂത്തി തഹാറ, ഒളുവിന്റെ ശർത്തം ചോദിച്ചു നോക്കും. ഒളുവിന്റെ ശർത്തം എത്രണ്ട്, ഏതൊക്കെയാണ് പറയുമെന്ന് ചോദിച്ചു. ഒളു എപ്പോഴും നമ്മൾ എടുക്കണ്ടേ? എല്ലാ ദിവസവും 5 നേരം ഒളു എടുത്ത് നിസ്കരിക്കേണ്ടതല്ലേ? പക്ഷെ ആ ഒളുവിന്റെ ശർത്തം എത്രയെന്ന് ചോദിച്ചു നോക്കും. നിസ്കാരം എല്ലാ ദിവസവും 5 നേരം നിസ്കരിക്കണമല്ലോ, ആ നിസ്കാരത്തിന്റെ ശർത്തം ഒന്ന് ചോദിച്ചു നോക്കിയിട്ടില്ല. ഒന്നും എനിക്കറിയലുണ്ടാവില്ല. ഇതാണ് ഓരോരുത്തരുടെ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ സൂറത്ത് റൂമിലൂടെ പറയുന്നത്
അധിക ആളുകളും കാര്യങ്ങൾ അറിയാത്തവരാണ്. യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തി ദുനിയ, ഭൗതിക ജീവിതത്തിന്റെ പുറംഭാഗം മാത്രമേ അവർക്ക് അറിയുള്ളൂ. ഭൗതിക ജീവിതത്തിന്റെ ഉള്ളു വരെ അറിയില്ല, പുറംഭാഗം മാത്രമേ അറിയുള്ളൂ. വഹും അനിൽ ആഖിറത്തി ഹും ഗാഫിലൂൻ, അവർ പരലോക ജീവിതത്തെ കുറിച്ച് അശ്രദ്ധരാണ്, തീരെ അതിലേക്ക് ശ്രദ്ധനല്ല. അപ്പൊ അങ്ങനെ അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മള് ദുനിയാവിനെ പറ്റി അറിയുന്നവരാകണം, ആഖിറത്തിനെ പറ്റിയും അറിയുന്നവരാകണം. പക്ഷെ അത് നമുക്ക് അനിവാര്യമുള്ളത് ആകണം. അപ്പോഴാണ് അത് നമുക്ക് നിർബന്ധമായി തീരുന്നത്. അപ്പൊ അനിവാര്യമായത് ഓരോരുത്തർക്കും അനിവാര്യമായത് പഠിച്ചേ പറ്റുള്ളൂ. പിന്നെ അറിവ് എന്ന് പറയുന്നത്, നോക്കൂ, ഒരു ഹദീസ് ഇമാം അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങൾ പറഞ്ഞത്, ഹുദൂറു മജ്ലിസി ഇൽമി, അറിവ് പറയുന്ന ഒരു മജ്ലിസിൽ പങ്കെടുക്കുക എന്നത് അഫ്ളലു, അതാണ് ഏറ്റവും ശ്രേഷ്ഠം, മിൻ സ്വലാത്തി അൽഫി റക്അ, 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം ഒരു ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുക്കലാണ്. വഇയാദത്തി അൽഫി മരീദ്, 1000 രോഗികളെ സന്ദർശിക്കുന്നതിനേക്കാളും അഫ്ളൽ ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുക്കലാണ്. വഹുദൂരി അൽഫി ജനാസ, 1000 ജനാസയ്ക്ക് പങ്കെടുക്കുക, 1000 ജനാസകളെ പരിചരിക്കാൻ അവരുടെ ശേഷക്രിയക്ക് വേണ്ടി പങ്കെടുക്കുന്നതിനേക്കാളും ഉത്തമം ഏതാണ്? ഒരു ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുക്കലാണ്. ഇപ്പൊ നമ്മുടെ ഈ മജ്ലിസ്, ഇതുപോലെ എത്ര മജ്ലിസ് ഉണ്ട് ആലിമീങ്ങൾ നടത്തുന്നത്. ആ മജ്ലിസുകൾ, ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുക്കുന്നത് 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ, 1000 രോഗികളെ സന്ദർശനം നടത്തുന്നതിനേക്കാൾ, 1000 ജനാസ സംസ്കരണത്തിൽ പങ്കെടുക്കുന്നതിനേക്കാളും ഖൈറാണ്. അത്ര വലിയ പ്രതിഫലമാണ് ഏതിനുള്ളത്? ഇൽമിന്റെ മജ്ലിസിനുള്ളത്. ഇതിങ്ങനെ പഠിച്ചു പോയാലല്ലാണ്ട് നമുക്ക് അറിവുണ്ടാവൂല. അപ്പൊ അതുകൊണ്ട് എല്ലാ ആളുകളും അറിവിന്റെ കാര്യത്തിൽ നന്നായി ജാഗ്രത പുലർത്തണം. എല്ലാവരും ഇൽമിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ച് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചെന്നെ പ്രവർത്തിക്കാനും ചെയ്യാനും ചൊല്ലാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതുപോലെ, തിരുനബി തങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ, റബ്ബി സിദ്നി ഇൽമാ, പടച്ചോനെ എനിക്ക് ഇൽമു വർദ്ധിപ്പിക്കണേ ദ്വാരുന്നു അള്ളാന്റെ ദൂതൻ. അതുപോലെ നമ്മൾ ദ്വാരുന്നു മുന്നോട്ട് പോവുക. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇൽമു വർദ്ധിപ്പിച്ചതാണ് റഹ്മാനേ, ഉപകാരപ്പെട്ട അറിവുകൾ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അജ്ഞതയുടെ ഇരുട്ടിൽ നിന്ന് ഞങ്ങളെയൊക്കെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അറിവിലേക്കും ഹിദായത്തിലേക്കും നീ ഞങ്ങളെ കൊണ്ടുവന്ന് നിലനിർത്തി തരണേ അല്ലാഹ്. പടച്ച റബ്ബേ, മരിക്കുവോളം നിന്റെ പൊരുത്തത്തിലായി ജീവിച്ച് നിന്റെ സ്വാലിഹ്യങ്ങളുടെ മരണം വരിച്ച് സ്വാലിഹ്യങ്ങളുടെ കൂടെ ചേരാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.